ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ ഒരു ബ്രീഫ് സമ്മറി എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പോകുന്നതായിരിക്കും. കുറേ കൂടെ എക്സാം ഫോക്കസ്ഡ് ആയിരിക്കും. യെസ് സിന്ധു, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, നമുക്ക് ടൈം ഷോർട്ടേജ് ഉണ്ട്. എക്സാം എന്ന് പറയുന്നത് വിത്തിൻ നെക്സ്റ്റ് 20-30 ഡേയ്സ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സ്റ്റോറീസ് അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് കുറേ കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം സ്പെസിഫിക് ആയിട്ട് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൺസെപ്ച്വൽ ക്ലാരിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ധാരാളം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ചുകൂടെ എംഫസിസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഈ ഗവൺമെൻറ് സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സ്കീം ബേസ് ചെയ്തുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഡയറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. 10 മാർക്കിൻ്റെ സിലബസ് ആണ്. അപ്പം ഈ ഒരു 10 മാർക്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഈ 10 മാർക്കിൽ അറ്റ്ലീസ്റ്റ് 4 to 5 മാർക്സ് ഈ ഒരൊറ്റ ഏരിയയിൽ നിന്നായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം അത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഈ സർവീസസ് ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അവിടെ ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഴ്സ് ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇ ഗവേണൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇ ഗവേണൻസ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ്, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഏരിയാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു കുറച്ച് സമയം, ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു 8-10 ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ അതും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു 6-7 ചാലഞ്ചസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നത് ഇമ്പാക്റ്റ് ഓൺ കറപ്ഷൻ. ഓക്കെ, ഇമ്പാക്റ്റ് ഓൺ കറപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ്സ് അത് തന്നെയാണ് സത്യത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, ദെൻ പിന്നീട് കുറച്ചെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ്. അതിൽ എസ്പെഷ്യലി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട്, ചിലപ്പോൾ അതിൻ്റെ സ്പെസിഫിക് പ്രൊവിഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ലെസ് ദാൻ 10% ആണ്. ഓക്കെ, സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ആക്ട് സ്പെസിഫിക് ആയിട്ട് പോകുന്നത് ഇ ഗവേണൻസിന് ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, IT ആക്ടിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇ ഗവേണൻസിന് ആവശ്യമായിട്ടുള്ളൂ. അതല്ലാതെ IT ആക്ടിൻ്റെ സ്പെസിഫിക്കിലേക്ക് പോകുന്നത് ടെക്നോളജിക്കൽ ബേസ് ആവശ്യമായിട്ടുള്ള സർവീസസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ബേസിൽ വേണ്ട സർവീസസ് അല്ലെങ്കിൽ ജോലികൾക്ക് മാത്രമാണ് IT ആക്ട് കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈവൻ നിങ്ങൾ SI, ഓക്കെ, SIയുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് IT ആക്ട് ബേസ് ചെയ്തുകൊണ്ട് കുറേ കൂടെ ഡെപ്തിലേക്കുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗവേണൻസ് ബേസ് ചെയ്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിനേഷന് പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള അത്തരം ഇൻ ഡെപ്ത് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ പിന്നെ പെരിഫറലായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പം എംഫസിസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, പിന്നീട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇത് ഒരുപാടുണ്ട് എന്നല്ല, ബട്ട് നമുക്ക് ന്യൂ ആയിട്ട് വരുന്ന പുതിയതായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് മാത്രമാണ്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസും അതുപോലെ തന്നെ ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ദെൻ എക്സ്പേർട്ട് സിസ്റ്റം, ഡാറ്റ പ്രൈവസി, ദെൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, IT ആക്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് കുറേ കൂടെ എക്സാമിനേഷനിൽ പുതിയതായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു 1 ടൈം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. പുതിയതായിട്ട് അതിൽ പിന്നെ ഒന്നും അവിടുന്ന് എക്സ്ട്രാ വരുന്നില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിലബസ് ഞാൻ സിമ്പിളായിട്ടൊന്ന് ബ്രീഫ് ചെയ്തതാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, നൗ ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഗവേണൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇ ഗവേണൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇ ഗവേണൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും.
അപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഈ ഗവേണൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT. ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മുടെ ഗവേണൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്ഷയ സെൻറ്ററിൽ നിന്ന് നമുക്ക് സർവീസസ് കിട്ടുന്നത്, ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റലായിട്ട് ടാക്സ് അടയ്ക്കുന്നത്, ഓക്കെ, ലാൻഡ് ടാക്സ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ്, ഇതൊക്കെ നമുക്ക് ഡിജിറ്റലായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, വി ആർ യൂസിങ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് സർവീസസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് ഉള്ള സർവീസസ് ആയിരിക്കും, ടാക്സ് അടയ്ക്കുന്നത് ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് തിരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ്, അതല്ലെങ്കിൽ ചില സമയത്ത് ഗവൺമെൻറ്റിൽ നിന്നുള്ള പെൻഷൻ അത് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. അപ്പം ഈ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, സർവീസസ് നടക്കുന്നുണ്ട്. സിറ്റിസൺസിൽ നിന്ന് ജനങ്ങളിലേക്കും, ജനങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് സിറ്റിസൺസിലേക്കും. അപ്പം ഈ ഒരു ബോത്ത് കമ്മ്യൂണിക്കേഷൻസ് എനാബിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു ഡെലിവർ ഗവൺമെൻറ് സർവീസസ് to ensure transparency, accountability and improve citizen government interface. ഇതാണ് സിമ്പിളായിട്ട്. ഇതിൽ ഡെഫിനിഷനുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒബ്ജക്റ്റീവ്, രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് ആസ്പെക്ട്സ് വി കവർ. സിമ്പിളായിട്ട് നോക്കുന്ന സമയത്ത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡെലിവർ ഗവൺമെൻറ് സർവീസസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സർവീസസ് ജനങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടു എൻഷുർ ട്രാൻസ്പെറൻസി, സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ICT യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡിക്കലാണ്. ഇപ്പം നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ഓക്കെ, എൻ്റെ മുമ്പിൽ ഒരാൾ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിക്വസ്റ്റുമായിട്ട് വന്നു. ഞാനും അയാളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ചിലപ്പം ഫോർ എക്സാമ്പിൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അയാളുടെ അടുത്ത് നിന്ന് കൈക്കൂലി ആവശ്യപ്പെടും. അയാൾ എനിക്ക് കൈക്കൂലി തരുന്നത് അൺലെസ് അത് വീഡിയോ റെക്കോർഡിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇലക്ട്രോണിക്കലി ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അക്ഷയ കേന്ദ്രയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫയൽ ചെയ്തു. ഓക്കെ, സോ അത് ഡിജിറ്റൽ ആയിട്ടാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ആയിരിക്കും. അതേപോലെ ആ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റിന് ഞാൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഹി ഈസ് സപ്പോസ്ഡ് ടു ഇഷ്യൂ ദാറ്റ് സർട്ടിഫിക്കറ്റ്. ആ ഒരു സർട്ടിഫിക്കറ്റ് അയാൾ എനിക്ക് ഇഷ്യൂ ചെയ്തേ മതിയാകും. ഞാനുമായിട്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, സുതാര്യതയുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ നേരത്തെ അതേ കേസ് തന്നെ, ഞാൻ വില്ലേജ് ഓഫീസറാണ്, ഒരാൾ എൻ്റെ മുമ്പിലേക്ക് വന്നു, അയാൾ എനിക്കൊരു അപേക്ഷ തന്നു. ഓക്കെ, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അയാളുമായിട്ട് എനിക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഈ അപേക്ഷ ഞാൻ എന്ത് ചെയ്തു, കീറിക്കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചില്ല, ഞാനത് എന്ത് ചെയ്തു, എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയാൾ എനിക്കെതിരെ ഒരു പരാതി കൊടുക്കുകയാണ്. അപ്പോൾ പരാതി കൊടുക്കുന്ന സമയത്ത് ഏത് സമയത്ത് എപ്പോൾ ഞാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു എന്നതിന് അയാൾക്കൊരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഈ ഡോക്യുമെന്റ് സ്വീകരിച്ചോ ഇല്ലയോ, അയാൾ അപേക്ഷ തന്നോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ല. എന്നാൽ അതേസമയം അക്ഷയ കേന്ദ്രയിൽ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് ഡേറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഏത് ഡേറ്റിൽ നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിലേ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിന് നിങ്ങൾക്ക് സർവീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വില്ലേജ് ഓഫീസർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി ആൻഡ് ആൻസറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യസമയത്ത് സർവീസസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ഓഫീസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇംപ്രൂവ് സിറ്റിസൺ ഗവൺമെൻറ് ഇൻ്റർഫേസ്. ഓക്കെ, സിറ്റിസൺ ഗവൺമെൻറ് ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ കേരള എക്കണോമിയുടെ ക്ലാസ്സൊക്കെ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ സിമ്പിളായിട്ട് ഒരു ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിറ്റിസൺസും തമ്മിലുള്ള റിലേഷൻ, ഗവൺമെൻറ് സിറ്റിസൺ ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡെഫിനറ്റ്ലി സിറ്റിസൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, സിറ്റിസൺസിന് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്.
ഓക്കെ, ഫോർ എക്സാമ്പിൾ സിറ്റിസൺസ് ആണെങ്കിൽ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈവൻ പവർ, ഗവൺമെന്റിന്റെ പവർ കിട്ടുന്നത് എവിടെ നിന്നാണ്, സിറ്റിസൺസിൽ നിന്നാണ്. തിരിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റിസൺസിന് ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഏതൊരു ഗവൺമെന്റ് സിസ്റ്റവും ഫംഗ്ഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന് ഒരു സർവീസ്, ഗവൺമെന്റ് എന്ന് പറയുന്നത് വിത്ത് ലിമിറ്റഡ് റിസോഴ്സ് വർക്ക് ചെയ്യുന്നതാണ്. ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിൽ 75 കൂടുതൽ മിനിസ്ട്രീസ് പാടില്ല. മാക്സിമം 75 മിനിസ്ട്രീസ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത്, അതായത് 15%. ഓക്കെ, ലോക്സഭയുടെ സ്ട്രെങ്ത്തിന്റെ 15% ആണ് എന്ത് ചെയ്യുന്നത്, മിനിസ്ട്രീസ് ആയിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും മിനിസ്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 75 മിനിസ്ട്രീസിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ മിനിസ്റ്റർ. ഓക്കെ, ഈ 75 മിനിസ്ട്രിയിൽ ഒരാളാണ് റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഈ റെയിൽവേ മിനിസ്റ്ററെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ദിവസവും ഇന്ത്യയിൽ റെയിൽവേ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വിവിധങ്ങളായിട്ടുള്ള പരാതികൾ ഉണ്ടായിരിക്കും. ഈ റെയിൽവേ മിനിസ്ട്രിക്ക് ഓരോരുത്തരുടെയും പരാതികൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുകയാണ്, അല്ലെങ്കിൽ നേരിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേ മിനിസ്ട്രി ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് CP ഗ്രാം. ഓക്കെ, CP ഗ്രാം. ഓക്കെ, അതായത് പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. ഓക്കെ, സോ അങ്ങനെ പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. അതിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സിറ്റിസൺസിന്, ജനങ്ങൾക്കുണ്ട്, പൗരന്മാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇമീഡിയറ്റ്ലി എന്ത് ചെയ്യും, ഗവൺമെന്റിന് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ആ പരാതി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നോക്കി അത് വാലിഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഗവൺമെന്റിന് ഒരുപാട് സിറ്റിസൺസും ഒരുപാട് ജനങ്ങളുമായിട്ട് അറ്റ് എ സിംഗിൾ ടൈം ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഏത് സമയത്തും, ഫോർ എക്സാമ്പിൾ രാജസ്ഥാനിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായാലും കേരളത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായാലും, ഇനി അതല്ല നോർത്ത് ഈസ്റ്റേൺ കൺട്രീസ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ആസാം, മേഘാലയ, അവിടെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായാലും എവിടെ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ബേസിലാണ് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, ഇൻഫർമേഷൻ, വിവര സാങ്കേതിക വിദ്യ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡെലിവർ ഗവൺമെന്റ് സർവീസസ്, ഗവൺമെന്റിന്റെ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻഷുർ ട്രാൻസ്പെറൻസി, സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അക്കൗണ്ടബിലിറ്റി, ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്ത ബോധം, ഓക്കെ, ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് ടു ഇംപ്രൂവ് സിറ്റിസൺ ഗവൺമെന്റ് ഇന്റർഫേസ്. അതുപോലെ തന്നെ ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ഇന്ററാക്ഷൻ, അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് എന്ത് ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. അത് ഡെഫിനിഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. നൗ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ഇൻഫർമേഷൻസും നമുക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് യുവർ കോപ്പറേഷൻ. ഓക്കെ, സോ ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ചെറിയൊരു ഇൻപുട്ട് കിട്ടണം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്? യെസ് രജിത, സ്റ്റഡി. ഓക്കെ, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഓക്കെ, സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഓക്കെ, വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് എന്ത് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഫർമേഷൻ ഷെയറിംഗ് എന്ന് പറയാം. യെസ് ടു അപ്ലൈ ഫോർ വേരിയസ് പോസ്റ്റ്. ഓക്കെ, സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സർവീസസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗവൺമെന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PSC. ഓക്കെ, PSC എക്സാമിനേഷന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തുളസി പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ട് കയറിയിട്ട് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ഇൻഫർമേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ,
യെസ് രജിത, സർവീസസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറ്റ ക്ലിക്കിൽ ലോൺ കിട്ടുന്ന സർവീസസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള KYC നോ യുവർ കസ്റ്റമർ ഫോംസ് അത് ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ലോൺ കിട്ടുന്നതായിരിക്കും. സോ അതെന്ത് ചെയ്യാണ്, ഒരു സർവീസസ് ആണ്, നമുക്ക് കിട്ടുന്ന ഒരു സർവീസസ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അതർ പർപ്പസ്? ഓക്കെ, സർവീസസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ്, ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പെൻഷൻ. ഓക്കെ, യെസ് ന്യൂസ്. ഓക്കെ, സോ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റഡി എന്നുള്ളതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ. ഓക്കെ, ഇൻഫർമേഷൻ ഷെയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ വാട്ട് എൽസ്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഇൻഫർമേഷനും കൂടെ കിട്ടണം. യെസ്, ഫയൽ ട്രാക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഷെയറിംഗ്. ഓക്കെ, യെസ്, ആൻഡ് ദർ ഇസ് വൺ മോർ തിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. ഐ ക്യാൻ ഗിവ് യു എ ക്ലൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, റിവാർഡ് പോയിന്റുകളൊക്കെ കിട്ടാറുണ്ട്. റിവാർഡ്സ്. ഓക്കെ, വെൽഫെയർ സ്കീംസ് വരുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PDS സ്കീം. ഓക്കെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. യെസ്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്. ഓക്കെ, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷൻ. യെസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് രജിത, ദാറ്റ്സ് ദ ഇന്റൻഡ് ആൻസർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓരോന്നും ഇവിടെ വാലിഡ് ആണ്. ഓക്കെ, സോ അതേ പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസ്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത്, ഗവൺമെന്റിൽ നിന്ന് ഇൻഫർമേഷൻ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ന്യൂസ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ജനങ്ങൾക്ക് ചില ഇൻഫർമേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തത്, സർട്ടിഫിക്കറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിന്, മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലൗഡ് സർവീസിങ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ മെയ്ഗ്രാജ്, അതുപോലെ തന്നെ ഡിജി ലോക്കർ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ക്ലൗഡ് സ്റ്റോറേജിങ് ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, സോ ആ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പേയ്മെന്റ്. ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ജനങ്ങൾ ഗവൺമെന്റിന് നൽകുന്ന പേയ്മെന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ടാക്സ്, ലാൻഡ് ടാക്സ്, ഇത്തരത്തിലുള്ള ടാക്സുകളൊക്കെ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്നത് ഓക്കെ. ദെൻ അതുപോലെ തന്നെ തിരിച്ചും. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഇതേ സെയിം സാധനം യൂസ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിന് നമ്മൾ സാധാരണ പറയുന്ന ഒരു പേരാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, DBT എന്ന് പറയും. ഓക്കെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ LPG കിട്ടുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടേഴ്സ് കിട്ടുമായിരുന്നു. പണ്ട് 1000 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് ഗവൺമെന്റ് സബ്സിഡി കഴിച്ചിട്ട് നമുക്കൊരു 500 രൂപയ്ക്ക് 450 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറി. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ 1000 രൂപ കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കണം. അതിന്റെ സബ്സിഡി നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സിസ്റ്റത്തിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1000 രൂപ കൊടുത്തിട്ട് ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കുന്നതായിരിക്കും. അതിന്റെ സബ്സിഡി ആയിട്ട് വരുന്ന 200-300 രൂപ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിഡോ പെൻഷൻ, ഓക്കെ, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് പെൻഷൻ, ഇത്തരത്തിലുള്ള പെൻഷനൊക്കെ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ടുവേർഡ്സ് ദ ഗവൺമെന്റ് ആവാം, തിരിച്ച് ഗവൺമെന്റിൽ നിന്ന് ജനങ്ങളിലേക്ക് ആവാം. ഈ രണ്ട് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ അടുത്തത്, ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആ സ്കീമുകൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഗവൺമെന്റ് ഏതെല്ലാം ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ആരൊക്കെയായിട്ടാണ് ഗവൺമെന്റ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള മുഴുവൻ ക്ലാസിഫിക്കേഷൻസും ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് ആരെല്ലാമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സർവീസസ്, സേവനങ്ങൾ ഓക്കെ ഉപയോഗിക്കുന്നത് ആരെല്ലാമാണ്.
ആർക്കൊക്കെയാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ കിട്ടുന്നത്? യെസ്, സിറ്റിസൺസ് വരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, എംപ്ലോയീസ് വരുന്നുണ്ട്. ഓക്കെ, ഗവൺമെന്റിൽ നിന്ന് തന്നെ വരുന്ന ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. യെസ് ആതിര, എംപ്ലോയീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഗവൺമെന്റിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർ ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സാലറി. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റ്സ്. ഓക്കെ, സോ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. യെസ് രജിത ആൻഡ് ആതിര, ബിസിനസ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റീസ്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, എനിക്ക് അതിനാവശ്യമായിട്ടുള്ള അപ്രൂവൽ, ഓക്കെ, ഇതൊക്കെ എനിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടണം. ഇനി അതുപോലെ തന്നെ ആസ് എ ബിസിനസ് ഓണർ, ആസ് എ കമ്പനി ഞാൻ എന്ത് ചെയ്യണം? കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ച് ഗവൺമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. യെസ് രജിത, ആൻഡ് ദ ഫൈനൽ ഇസ് ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റിലെ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, അപ്പോൾ ഫോർ എക്സാമ്പിൾ GST കൗൺസിൽ. GST കൗൺസിൽ ആരെല്ലാം വരുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്. ദെൻ നീതി ആയോഗ്. നീതി ആയോഗിൽ ആരെല്ലാം വരുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഗവൺമെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ഇന്ററാക്ഷൻ. യെസ്, കടമെടുക്കുന്നത് എന്താണ്? ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ലൈക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർട്ടിക്കിൾ 239. ഓക്കെ, സോ ആർട്ടിക്കിൾ 239 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? കടമെടുക്കുന്നത്. ഓക്കെ, സോ അതും എന്താണ്? ഇതിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, 239 ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കടമെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെന്റ് ഇന്ററാക്ട് ചെയ്യുന്ന 4 ആളുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സിറ്റിസൺ, ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സിറ്റിസൺ. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഇനി 3 കാറ്റഗറി എന്ന് പറയുന്നതും ഈ സിറ്റിസൺസ് തന്നെയാണ്. അതിന്റെ സബ് കാറ്റഗറൈസേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ബിസിനസ്. ഈ ബിസിനസ് തുടങ്ങുന്നത് ആരാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റിസൺസ് തന്നെയാണ്, അല്ലേ? അപ്പം അതിൽ ക്യാഷ് ഉള്ള അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് ഉള്ള സിറ്റിസൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് സത്യത്തിൽ ആരംഭിക്കുന്നത്. എന്നാലും നമുക്ക് പഠിക്കുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് അവരെ ബിസിനസ് എന്ന് തന്നെ പറയണം. ഓക്കെ, ദെൻ അടുത്തത് എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസ്, ഉദ്യോഗസ്ഥർ. ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അവരും എന്താണ്? സത്യം പറഞ്ഞ സിറ്റിസൺസ് തന്നെയാണ്. ഓക്കെ, ഗവൺമെന്റ് സർവീസിലുള്ള സിറ്റിസൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എംപ്ലോയീസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഗവൺമെന്റ് ഡിഫറെന്റ് ഗവൺമെന്റുകളുമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡിഫറെന്റ് ലെവലിലാവാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഗവൺമെന്റ് US ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, UAE ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഫ്രാൻസ് ഗവൺമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ UPI, ഓക്കെ, നമ്മുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റ് രാജ്യങ്ങളിലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ UPI നടപ്പാക്കുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? UPI നടപ്പാക്കുന്നത്. ഇതിന്റെ ഒരു ഇന്റർനാഷണൽ വിങ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് NPI ഇന്റർനാഷണൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ NPI ഇന്റർനാഷണൽ ആണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഇന്റർനാഷണലൈസേഷൻ ഓഫ് ദി UPI പേയ്മെന്റ് എന്ത് ചെയ്യുന്നത്? എൻഷുർ ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മൾ ഫ്രാൻസ്, UAE, നേപ്പാൾ, ഭൂട്ടാൻ ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മുടെ UPI ട്രാൻസാക്ഷൻ ഇന്റർനാഷണൽ ആയിട്ട് ഇത്തരം രാജ്യങ്ങളിലൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷനിൽ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് വിത്ത് ഇന്റർനാഷണൽ ഗവൺമെന്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫെഡറൽ യൂണിറ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കേരള ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ GST കൗൺസിലിലെ യോഗങ്ങളിലായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോണൽ കൗൺസിൽസ് വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പം അങ്ങനെയായിരിക്കാം. ഇനി അതല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ കേസായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 31 സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും കേസ് ഉണ്ട്, സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ചിലപ്പം അങ്ങനെയായിരിക്കാം. സോ എങ്ങനെയായാലും എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്തായിരിക്കാം? ഡിഫറെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ
ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും. ഓക്കെ, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വേഴ്സസ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് വേണം? പുതിയ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നതായിരിക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ, സോ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന 4 കാറ്റഗറി ഓഫ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കീമുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സോ ദ ഗവൺമെന്റ് ഇന്ററാക്ട് വിത്ത് സിറ്റിസൺസ്, ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ് എൻറ്റിറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഈ ഓരോ കാറ്റഗറീസിലും വരുന്ന അല്ലെങ്കിൽ ഓരോ സബ് ഏരിയയിലും വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ബട്ട് മൂവിങ് ഓൺ ടു ദാറ്റ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഈ ഗവേണൻസിന്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഗവേണൻസിന്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, അതായത് ഗവൺമെന്റ് ടു സിറ്റിസൺസ്, ഓക്കെ, ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷൻ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഈ ഗവേണൻസ് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഗവൺമെന്റിന് ബിസിനസ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഗവൺമെന്റിന് ബിസിനസ് എൻറ്റിറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഈ ഗവേണൻസ് ആവശ്യമുണ്ട്. ഗവൺമെന്റിന് ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഈ ഗവേണൻസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനും ഈ ഗവേണൻസ് ആവശ്യമുണ്ട്. അപ്പം ഇതാണ് ഈ ഗവേണൻസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഓരോന്നിന്റെയും അണ്ടറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഗവേണൻസിന്റെ സ്കോപ്പ് തന്നെയാണ്. ഓക്കെ, ജനറൽ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എന്താണ്? ഈ ഗവേണൻസിന്റെ സ്കോപ്പാണ്. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്? ഇതുവരെ പറഞ്ഞതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇതിന്റെ മുകളിലായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള കൺസെപ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്, രജിത ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ഹിബ, ആതിര, സിന്ധു, നിത ക്ലിയർ ആണോ? യെസ്, നിത ക്ലിയർ ആണ്. ഓക്കെ, സിന്ധു യെസ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ആതിര. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സ്കോപ്പിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് ആദ്യത്തെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻട്രാക്ഷൻ ആയിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ഗവൺമെന്റ് ടു സിറ്റിസൺ. ഓക്കെ, ജനങ്ങളുമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ ആസ് യു ക്യാൻ സി, ഇവിടെ ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. ദെൻ അതുപോലെ ഇവിടെ എന്തുണ്ട്? ജനങ്ങളുണ്ട്. അപ്പോൾ സിറ്റിസൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? സിറ്റിസൺസിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ AI എന്ന് കാണാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെക്കുക. അപ്പം ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം വരുന്നത് ഈ ഗവർണൻസ്, ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഡിഫറെൻറ്റ് സർവീസസ് ഡയറക്ട്ലി ടു ദ പബ്ലിക്. ജനങ്ങൾക്ക് നേരിട്ട് ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ആക്സസ് ടു ഗവൺമെന്റ് സർവീസ്. ഓക്കെ, ഗവൺമെന്റിന്റെ ചില സർവീസസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് നമുക്ക് സെപ്പറേറ്റ്ലി പഠിക്കാനുണ്ട്. റെഡ്യൂസസ് കറപ്ഷൻ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് സിലബസ് കാണിച്ചു തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് റെഡ്യൂസസ് കറപ്ഷൻ ആൻഡ് ഇംപ്രൂവ്സ് ട്രാൻസ്പെറൻസി. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് തിരിച്ച് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റേഷൻ കൊടുക്കുന്നുണ്ട്. PDS. ഓക്കെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? റേഷൻ ഷോപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫെയർ പ്രൈസ് ഷോപ്പുകളിലൂടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾക്ക് ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ജനങ്ങൾക്ക് ധാന്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ധാന്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ജനങ്ങൾ അത് എന്ത് ചെയ്യുന്നില്ല? പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിടെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ലീക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ആളുകളിലേക്ക് അത് എത്തുന്നില്ല. ഓക്കെ, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ആളുകളിലേക്ക് അത് എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഓക്കെ, സോ കൃത്യമായിട്ട് ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു PDS സിസ്റ്റം എത്തുന്നില്ല. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബെനിഫിറ്റ് കൈപ്പറ്റുന്നുണ്ട്.
അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാലഞ്ച് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ചാലഞ്ചസ് എന്ത് ചെയ്യണം, നമുക്ക് അഡ്രസ്സ് ചെയ്യണം. വി ഹാവ് ടു അഡ്രസ് ഓൾ ദിസ് ചാലഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറപ്ഷൻസ് വരുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് PDF സിസ്റ്റം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടാർഗറ്റഡ് ആയിട്ടുള്ള ഡെലിവറി വരുന്നില്ല, യഥാർത്ഥ ബെനിഫിഷ്യറീസിന് അല്ല ഈ പറയുന്ന സർവീസസ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തത് എന്ത് ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ മറച്ചു വെക്കുന്നുണ്ട്, ഹോർഡിങ് വരുന്നുണ്ട്, പൂഴ്ത്തിവെപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയുള്ള ധാന്യങ്ങളല്ല എന്ത് ചെയ്യുന്നത്, ജനങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിൽ കറപ്ഷൻ വരുന്നുണ്ട്. അപ്പം അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ആധാർ ഇനാബിൾഡ് സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള ഒരു തമ്പ് ഇംപ്രഷൻ കൊണ്ടുവരണം. അങ്ങനെ തമ്പ് ഇംപ്രഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കറപ്ഷൻ. അപ്പോൾ ആ തമ്പ് ഇംപ്രഷൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യമാണ്, ഫിംഗർ പ്രിന്റ് യുണീക്കാണ്. അപ്പം ഈ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് ഈ ഒരു ധാന്യം കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റേഷൻ കളക്ട് ചെയ്യുന്നത് യഥാർത്ഥ ബെനിഫിഷ്യറി ആണെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. ഒരേ ആൾക്ക് 2 പ്രാവശ്യം അയാളുടെ തമ്പ് ഇംപ്രഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ധാന്യം അല്ലെങ്കിൽ റേഷൻ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആരെല്ലാം കൃത്യമായിട്ട് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിലൂടെ തമ്പ് ഇംപ്രഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും, ഗവൺമെന്റിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ പണ്ട് പേപ്പറിൽ എഴുതി വെക്കുന്ന രൂപമാണെന്നുണ്ടെങ്കിൽ റേഷൻ ഷോപ്പ് ഉടമകൾക്ക് പല സമയത്തും കള്ളക്കണക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അത് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇംപ്രൂവ്സ് ട്രാൻസ്പെറൻസി. ഇപ്പോൾ സുതാര്യമാണ്. ഓക്കെ, ആരെല്ലാം വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ആ തമ്പ് ഇംപ്രഷൻ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട സ്കീമുകൾ മാത്രം നമ്മളൊന്ന് ഇവിടെ ഓടിച്ച് നോക്കുകയാണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യുന്ന സ്കീമുകളും അഡീഷണൽ സ്കീമുകളും നമ്മൾ അപ്കമിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, മാക്സിമം നമുക്കൊരു 3 ക്ലാസ് മതിയായിരിക്കും ഈ ഗവേണൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. 3 ക്ലാസ്സുകൾ മതി. ഓക്കെ, അതിലധികം ടൈം നിങ്ങൾ ഈ ഗവേണൻസിന് കൊടുക്കുന്നത് ഒരിക്കലും യൂസ്ഫുൾ അല്ല. ഓക്കെ, അതല്ലാതെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഗവൺമെന്റ് സ്കീമുകളുണ്ട്. ഗവൺമെന്റിന്റെ ഏത് സ്കീം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു കമ്പോണന്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഡിജിറ്റൽ കമ്പോണന്റ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഏത് സ്കീം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഡിജിറ്റൽ കമ്പോണന്റ്. അങ്ങനെയാകുമ്പോൾ ഒരുപാട് സ്കീം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയസ് മാത്രം പഠിക്കുക. കാരണം 10 മാർക്കാണ്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ ഒരു 3 ക്ലാസ്സിൽ നിന്ന് 7 to 8 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബാക്കി 2 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് എന്തില്ല, നിങ്ങൾക്കൊരു റിട്ടേൺ കിട്ടില്ല. അതിന് നല്ലത് അതേ കാര്യം നിങ്ങൾ പേപ്പർ 1-ൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പൊളിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ ഫൈനൽ മാർക്കാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു 3 ക്ലാസ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. 10 മാർക്കിൽ ഒരു 7-8 മാർക്ക് ആ ഒരൊറ്റ 3 ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ്. അപ്പം ഇതിൽ ഫസ്റ്റ് ഗവൺമെന്റ് ടു സിറ്റിസൺ ഇൻട്രാക്ഷനിൽ ഏറ്റവും ആദ്യം വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നതാണ് സ്വമിത്വ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സ്വമിത്വ സ്കീം, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് നമ്മുടെ സെക്കൻഡ് ഗ്രീൻ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് മാനേജ്മെന്റിന് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്കീമാണ് സ്വമിത്വ സ്കീം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റേഷൻ, അതായത് നമ്മുടെ ലാൻഡ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് നമ്മുടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GIS, ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഡ്രോൺ ബേസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാൻഡ് സർവേ നടത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്വമിത്വ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്വമിത്വ സ്കീം എന്ന് പറയുന്നത് ഇറ്റ് ഇനാബിൾസ് റൂറൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇവിടെ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ലാൻഡ് ആണ്. ഓക്കെ, റൂറൽ പ്രോപ്പർട്ടി ഡോക്യുമെന്റേഷൻ ഡ്യൂറിങ് ഓർ യൂസിങ് ഡ്രോൺ ടെക്നോളജി എംപവറിങ് റൂറൽ സിറ്റിസൺസ് എക്കണോമിക്കലി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലാൻഡ് സർവേ നടത്തുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ലാൻഡ് സർവേ അളവുകൾ അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അത് മാത്രമല്ലാതെ ഡിജിറ്റൽ മാർക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് ലാൻഡ് യൂസ് പാറ്റേൺ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓരോ ലാൻഡ് ഓണർഷിപ്പ് ആരുടെ അടുത്താണ്, ബിനാമി ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബിനാമി ട്രാൻസാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനും ഇത്തരത്തിലുള്ള സ്വാമിത്വ സ്കീം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതല്ലാതെ ഇൻ ഫ്യൂച്ചർ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലാൻഡ് ആരുടെ എല്ലാം കയ്യിൽ നിന്നാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും ഫെയർ വാല്യൂ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. ഫെയർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും ആളുകൾ സ്ഥലം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ വിലയ്ക്കല്ല. ഓക്കെ, ഒരു തെറ്റായിട്ടുള്ള വിലയ്ക്ക് ചിലപ്പം വില കുറച്ച് കാണിച്ചുകൊണ്ട് ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വില കുറച്ച് കാണിച്ചാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ട്രാൻസാക്ഷൻ ചെയ്യാറുള്ളത്. എന്നാൽ സ്വമിത്വ സ്കീമിൽ ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഫെയർ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് പ്രൈസ് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിന് സാധിക്കും. അതിൻ്റെ ബേസിൽ എത്രത്തോളം കോമ്പൻസേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ പ്രദേശത്ത് ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജനങ്ങളുടെ അടുത്ത് നിന്ന് ലാൻഡ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം കോമ്പൻസേഷൻ കൊടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിനെ ഡിസൈഡ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു സ്കീം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഏത് പെർസ്പെക്റ്റീവിൽ വേണമെങ്കിലും സ്വമിത്വ സ്കീമിനെ കുറിച്ചിട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് ഇത് മാത്രം ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തതാണ് ശ്രം സുവിധ പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശ്രം എന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ ഒരു അധ്വാനമാണ്, ലേബറാണ്. ഓക്കെ, അപ്പോൾ ഈ ശ്രം എന്ന് പറയുന്ന വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ കാണുന്ന സമയത്ത് അത് ലേബറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ശ്രം എന്ന് പറയുന്നത് ലേബറാണ്. അപ്പം ശ്രം സുവിധ പോർട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലിഫൈസ് എൻഫോഴ്സ്മെന്റ് ഓഫ് ലേബർ ലോസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേബർ ലോസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെറ്റേണിറ്റി ലീവ്, പെറ്റേണിറ്റി ലീവ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്രച്ചെ ഫെസിലിറ്റി. ഓക്കെ, ദെൻ ഈക്വൽ വേജ് ആക്ട്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേബർ ലോസ് ആണ്. ഓക്കെ, അതായത് ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് അല്ലെങ്കിൽ ഡെലിവേർഡ് ആയിട്ടുള്ള വുമൻസിന് അവർക്ക് ലീവ് കൊടുക്കണം. അതാണ് മെറ്റേണിറ്റി ലീവ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ അച്ഛനായിട്ടുണ്ടെങ്കിൽ ആ ഇനീഷ്യൽ ടൈമിൽ എന്ത് ചെയ്യണം, പെറ്റേണിറ്റി ലീവ് അയാൾക്ക് കൊടുക്കണം. ഫാദർ ആയതിൻ്റെ ആ ഒരു ലീവ് എന്ത് ചെയ്യണം, അയാൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഇപ്പം മദേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രച്ചെ ഫെസിലിറ്റി എന്ത് ചെയ്യണം, ലാർജ് ബിസിനസ്സുകളാണെങ്കിൽ അവരവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ്സിൽ കുട്ടികളെ എംപ്ലോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എസ്പെഷ്യലി ഹസാർഡസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ, സ്ലേവറി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ 23, 24. ഓക്കെ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ബോണ്ടഡ് ലേബർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈക്വൽ വേജ് കൊടുക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പോഷ് ആക്ട് വരുന്നുണ്ട്, അതായത് ലൈക്ക് സെക്ഷൽ ഹാരാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. അപ്പോൾ അതെന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ്സിൽ കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് നിയമങ്ങൾ ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ ഈസിലി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രം സുവിധ പോർട്ടൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ, പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? യെസ് ആതിര. ഓക്കെ, സിന്ധു. യെസ്. ഓക്കെ, ഓക്കെ, യെസ്, ക്ലിയർ ആണ്. യെസ്, പ്രോപ്പർട്ടി ആൻഡ് ലേബർ റിലേറ്റഡ്. അതിൽ സ്വാമിത്വ സ്കീം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആണ്. ഓക്കെ, ദെൻ ശ്രം സുവിധ പോർട്ടൽ എന്ന് പറയുന്നത് ലേബർ റിലേറ്റഡ് ആണ്. സിമ്പിളായിട്ട് ആ ഒരു കാര്യം ആദ്യം ഒരു സ്കീം എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കൺസെപ്റ്റ് ഒക്കെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.